14ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്നു. സെമിനാർ PK കുഞ്ഞാലിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും മാറിയ തലമുറയ്ക്കനുസരിച്ച് വികസനത്തിനായുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യണമെന്ന് MLA അംഗങ്ങളെ ഓർമ്മപ്പെടുത്തി. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ മേഖലകളിലുമുള്ള വികസനവുമായി സഹകരിച്ച പാരമ്പര്യമാണ് മലപ്പുറത്തിനുള്ളത്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ IT, ജനകീയാസൂത്രണം തുടങ്ങിയ മേഖലകളിൽ ജില്ല മികച്ച രീതിയിൽ മുന്നേറി. വിദ്യാഭ്യാസം, മാലിന്യ നിർമ്മാർജ്ജനം, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിലും പുതിയ മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവണമെന്നും MLA പറഞ്ഞു. പ്രൊഫഷണൽ വിദ്യാഭ്യാസം കൈവരിച്ച ആളുകൾക്ക് അതിൻ്റെ അപ്പുറം ചെയ്യാൻ പറ്റും എന്ന ഘട്ടമായി. കാരണം യുഗായി മാറി. അപ്പോൾ അതിൻ്റെയും അപ്പുറം ഉള്ള കോമ്പിറ്റൻസി ഉണ്ടെങ്കിലേ ലോകത്ത് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലയിൽ ക്യാൻസർ സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാഭ്യാസം, IT, ആരോഗ്യം, വനിതാ ശിശു വികസനം, തൊഴിൽ, വ്യവസായം, മത്സ്യത്തൊഴിലാളി ക്ഷേമം, കൃഷി, ടൂറിസം, പ്രവാസികാര്യം, വയോജന പാർക്കുകൾ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധയൂന്നി പരിസ്ഥിതി സൗഹൃദ മലപ്പുറം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷരായ ജമീല ആലിപ്പറ്റ, KT അജ്മൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വെട്ടം ആലിക്കോയ, NA കരീം തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഉമ്മർ അറയ്ക്കൽ വിഷയാവതരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് ലക്ഷ്യമിടുന്ന പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസ്ലു സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PM രാജീവ് നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.